ഒരിടത്ത് ഭാര്യ, മറ്റിടത്ത് സ്വന്തം അമ്മ. രണ്ടുപേരും ശക്തിയുക്തം ബാധിക്കുന്നു. ഇവിടെ ഭർത്താവെന്ന മകനെന്ന അദ്ദേഹം ആരോട് നിൽക്കേണ്ടി വരും? എൻ്റെ ജീവിതത്തിൽ മറുപടിയില്ലാതെ നിസ്സഹായനായി ഇരിക്കേണ്ടി വന്ന ഒരവസ്ഥയെക്കുറിച്ചിട്ടാണ് ഞാനിന്ന് നിങ്ങളുമായി സംസാരിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. വിവാഹ മോചന സംബന്ധമായ, ഫാമിലി മാറ്റർ സംബന്ധമായ കാര്യങ്ങൾക്ക് ഞാനുമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർ എന്നെ വിളിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് എൻ്റെ ഓഫീസ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് വന്നു. എനിക്കൊന്ന് നേരിൽ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് മെസ്സേജ് വന്നത്. എൻ്റെ സ്റ്റാഫുകൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. എൻ്റെ അടുത്ത് അദ്ദേഹം അടുത്ത മെസ്സേജ് വന്നത്, എൻ്റെ കയ്യിൽ തരാൻ പണമൊന്നുമില്ല, ഞാൻ റിട്ടയർഡ് മനുഷ്യനാണ്, അസുഖബാധിതനാണ്, എനിക്കൊന്ന് കണ്ടേ പറ്റുമെന്ന് പറഞ്ഞു. എനിക്കെന്തോ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ അത് മാറ്റി നിർത്താൻ തോന്നിയില്ല. ഒരു സമയം അനുവദിച്ചു. ഏകദേശം ഒരു ഉച്ചയോടുകൂടി അദ്ദേഹം എൻ്റെ തൃപ്പൂണിത്തുറയുള്ള ഓഫീസിലേക്ക് എത്തി. ഇനിയാണ് കഥയുടെ തുടക്കം. കാണുമ്പോൾ തന്നെ അറിയാം, ആകപ്പാട് മുഷിഞ്ഞ വസ്ത്രം, മുടിയൊക്കെ അലസമായി കിടക്കുന്നു, നരയുണ്ട്, വളരെ ക്ഷീണിതനാണ്. നേരെ എൻ്റെ ഓഫീസിലേക്ക് വന്നതിന് ശേഷം പറഞ്ഞു, എനിക്കല്പം വെള്ളം തരുമോ എന്ന് ചോദിച്ചു. ഞാൻ അല്പം വെള്ളം കൊടുത്തു. ഞാൻ അദ്ദേഹത്തെ നോക്കുകയായിരുന്നു. അദ്ദേഹത്തിന് എന്നോട് എന്തൊക്കെയോ പറയുവാനുണ്ടെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആ ഒരു രീതിയിലുണ്ട്. എവിടെ തുടങ്ങണം എന്നുള്ള പ്രശ്നമാണ്. എന്നോട് ചോദിച്ച ചോദ്യം ഇതാണ്. ഞാൻ നേരത്തെ ചോദിച്ച പോലെ, സാറേ, എങ്ങനെ തുടങ്ങണമെന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാൻ ചോദിക്കട്ടെ. ഞാൻ വിവാഹിതനാണ്, അതേസമയം ഒരു മകനുമാണ്. ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ നിൽക്കണമോ അതോ ഭാര്യയുടെ കൂടെ നിൽക്കണമോ? ഞാൻ കൗതുകത്തോടെ ചോദിച്ചു, എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? ആ ഒരു പോയിന്റിൽ അദ്ദേഹത്തെ ഓപ്പണാക്കി തുടങ്ങി. വലിയൊരു തറവാട്ടിലെ അംഗമായിരുന്നു അദ്ദേഹം. 2 മക്കളുണ്ടായിരുന്നു അദ്ദേഹമടക്കം. അദ്ദേഹത്തിൻ്റെ അച്ഛൻ നേരത്തെ മരിച്ചുപോയി, അമ്മ മാത്രമായിരുന്നു. അമ്മയുടെ പോരാട്ടത്തിൻ്റെ ഫലമാണത്രേ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠത്തി നേരത്തെ തന്നെ മരിച്ചുപോയിരുന്നു, ഏക മകൻ. ഒരു പ്രൈവറ്റ് കമ്പനിയിലെ ജോലിക്കാരനായിരുന്നു, മോശമില്ലാത്ത വരുമാനമുള്ള ഒരു ജോലിക്കാരനായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു 20 വർഷത്തിന് മുമ്പ് അദ്ദേഹം വിവാഹവും കഴിച്ചു. ഭാര്യ പ്രൈവറ്റ് സെക്രട്ടറി ജോലിയായതുകൊണ്ട് തന്നെ ഭാര്യയ്ക്ക് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. ജീവിതം തുടങ്ങി. ആദ്യം കുടുംബ വീട്ടിലായിരുന്നു. അസ്വാരസ്യത്തെ തുടർന്ന് മാത്രമല്ല, ഭാര്യയ്ക്ക് സ്ത്രീധനമായി കിട്ടിയ 25 സെന്റ് വസ്തുവിലേക്ക് ഒരു വീടൊക്കെ വെച്ചിട്ട് അദ്ദേഹം ലോണൊക്കെ എടുത്തൊരു വീടൊക്കെ വെച്ചിട്ട് ഭാര്യയുടെ ആ സ്ഥലത്തേക്ക് ഈ കുടുംബം അങ്ങോട്ട് മാറി. 2 കുട്ടികളായി. അമ്മയുടെ സ്ഥലത്ത് തന്നെ തുടർന്നു. അമ്മയെക്കുറിച്ച് ഒറ്റവാക്കിൽ പറഞ്ഞത്, അമ്മ ഒരു ടോക്സിക് പേഴ്സണാലിറ്റിയാണ്, പക്ഷേ അതോടൊപ്പം തന്നെ ഏറ്റവും സ്നേഹമയിയായ അമ്മയുമാണ്. എനിക്കതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. ഞാൻ ചോദിച്ചു, മനസ്സിലായില്ല. പറയാം സാറേ, പറയാനാണെങ്കിൽ ഒരുപാട് പറയേണ്ടി വരും എൻ്റെ ജീവിതകഥ എന്ന് പറഞ്ഞു തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു, സമയം നമുക്ക് വളരെ കുറവാണ്, ചുരുക്കി പറയാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെയാണ്.